സംസ്ഥാനത്ത് തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുവാൻ അനുവദിച്ച 20 കോടിയിൽ ₹1 പോലും ചിലവഴിക്കാത്ത സർക്കാർ 2022-23 ബജറ്റുകളിലാണ് 10 കോടി രൂപ വീതം ലയങ്ങൾ നവീകരിക്കുവാൻ സർക്കാർ അനുവദിച്ചത്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെ പീരുമേട് താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾ അടിയന്തരമായി നവീകരിക്കുവാൻ 33.7 ലക്ഷം രൂപ അനുവദിച്ചുവെങ്കിലും ഇപ്പോഴും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. MMJ പ്ലാന്റേഷൻ, കോട്ടമല, ബോണാമി, പീരുമേട് കമ്മിറ്റിയിലെ ചീന്ദ്ര ലോണ്ടറി, തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് എന്നീ എസ്റ്റേറ്റുകളാണ് 25 വർഷമായി സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്നത്. ഇവിടുത്തെ തൊഴിലാളി ലയങ്ങളെല്ലാം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങളുടെ സ്ഥിതിയും ദയനീയമാണ്. 4 വർഷത്തിനുള്ളിൽ 50ഓളം ലയങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. ഒരു തൊഴിലാളി സ്ത്രീ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാർ ലോണ്ടറി, കോട്ടമല എന്നിവിടങ്ങളിൽ ലയങ്ങൾ തകർന്നു വീണു. ഏതാനും പേർക്ക് നിസ്സാര പരിക്കുകളേറ്റെങ്കിലും പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഏതാനും തോട്ടങ്ങൾ ഒഴിച്ചാൽ ഇടുക്കി ജില്ലയിൽ മാത്രം 17,000ഓളം തൊഴിലാളികൾ തകർച്ചയിലായ ലയങ്ങളിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളും പ്രായമായവരും ഉൾപ്പെടുന്ന ഈ കുടുംബങ്ങൾ കാറ്റും മഴയും ശക്തമാകല്ലേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ദിവസവും ഇരുട്ടി വെളുപ്പിക്കുന്നത്. അവസ്ഥ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ആ കണ്ടീഷനാണ് നിൽക്കുന്നത്. കാറ്റും പിടുത്തു കഴിഞ്ഞാൽ വരെ പേടിച്ചു പിടിച്ചാൽ ഇരിക്കുന്നത്. ഇന്ന് നന്നാക്കാം, നാളെ നന്നാക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ വന്നു. ഡീബോളിൽ നിന്ന് വന്നു, കമ്പനിയിൽ നിന്നൊക്കെ വന്ന് നോക്കി. ഇതുവരെ നടപടി ആയിട്ടില്ല. മാറാൻ പറഞ്ഞിട്ടില്ല. ആമ്പിലേക്ക് യൂണിയൻകാർ പറഞ്ഞു ആമ്പിലോട്ട് പോകാൻ. ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ വീട്ടിരിപ്പ് തന്നെ. എങ്ങനെ പോകാൻ പറ്റാത്ത കാറ്റ് മഴയല്ലേ, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. മഴക്കാലം തുടങ്ങും മുമ്പ് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞ വർഷം തൊഴിലാളികളുടെ കണക്കെടുപ്പ് നടത്തിയിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തൊഴിൽ വകുപ്പാണ് കണക്കെടുത്തത്. എന്നാൽ ഒരാളെ പോലും മാറ്റിപ്പാർപ്പിച്ചില്ല. ഈ വർഷം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ലയങ്ങളിൽ നിന്ന് പുതുക്കട പഞ്ചായത്ത് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്ന് ട്രേഡ് യൂണിയൻ മുഖേന വഴി നിർദ്ദേശിച്ച് റവന്യൂ വകുപ്പ് കൈയഴിഞ്ഞു. ഇക്കാര്യം മിക്ക തൊഴിലാളികളും അറിഞ്ഞിട്ടുമില്ല. തൊഴിൽ വകുപ്പ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടുമില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ലയങ്ങൾ 1995 വരെ മാനേജ്മെന്റുകൾ കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിച്ചിരുന്നു. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് മുകളിൽ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയാണ് പലരും ഇതിനുള്ളിൽ കഴിയുന്നത്. തീർത്തും തകർച്ചയിലായ ലയങ്ങളിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ പലരും വാടകയ്ക്ക് മാറുകയും ചെയ്തു. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.